എന്തിന്റെ പേരിലായാലും ഇങ്ങനെയൊരു തീരുമാനം പറയുമ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചപ്പോൾ കാവേരി വിഷയത്തിലായാലും മുല്ലപ്പെരിയാർ വിഷയത്തിലും നിലപാട് പറയേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ രാഷ്ട്രീയമായാലും അല്ലെങ്കിലും അത് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നേരത്തെ ഇവിടെ റസൽ ജോയ് സാർ ഇവിടെ നമ്മുടെ ചർച്ചയിലുണ്ട്. അദ്ദേഹത്തെ പോലുള്ളവർ വലിയ പോരാട്ടത്തിലാണ്. അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക, കേരളത്തിന്റെ ഒന്നാകെയുള്ള ആശങ്ക പരിഹരിക്കപ്പെടണം. മാത്രമല്ല വലിയ മുന്നറിയിപ്പുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവർ എന്തായിരിക്കണം മുല്ലപ്പെരിയാറിലെ സാഹചര്യം എന്നുള്ളതിനെ സംബന്ധിച്ച് പലപ്പോഴായി കൃത്യമായ പഠന റിപ്പോർട്ടുകളും വിശദീകരണവും ഒക്കെ താങ്കൾ നേരത്തെ ഇവിടെ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് IITയുടെ പഠന റിപ്പോർട്ടിന്റെ കാര്യം പറയുകയുണ്ട്. അപ്പോൾ ഒരുപാട് മുന്നറിയിപ്പുകളുണ്ട്. അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജോയിന്റ് കമ്മിറ്റി, ഒപ്പം ഡാം സേഫ്റ്റി അതോറിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യണമെന്നിരിക്കെ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായ വിഷയത്തിലുണ്ട്. അപ്പോൾ തമിഴ്നാടിന്റെ ഈ തീരുമാനം ഏകപക്ഷീയമായി പോകുന്നുണ്ടോ ഈ പ്രഖ്യാപനം എന്നുള്ളതാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, തമിഴ്നാടിൻ്റെ തീരുമാനം ഏകപക്ഷീയമാണ്. അത് അടിവരയിട്ട് തന്നെ പറയുന്നു. അതിനൊപ്പം തന്നെ ആ ഏകപക്ഷീയ തീരുമാനത്തിലേക്ക് തമിഴ്നാട് പോകാനുള്ള കാരണം തുടങ്ങിയത് 1970 അച്യുതമേനോൻ, 1969 അച്യുതമേനോൻ മന്ത്രിസഭ ഇതിൻ്റെ കരാർ പുതുക്കിക്കൊടുത്തു. ആ പുതുക്കിക്കൊടുത്തപ്പോൾ ബാള് തമിഴ്നാടിൻ്റെ കോർട്ടിലായി. അപ്പോൾ തമിഴ്നാടിന് അത് മുഴുവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്ക് പാട്ടക്കരാർ പുതുക്കിക്കൊടുത്തപ്പോൾ നമുക്ക് എല്ലാ കാര്യവും കേരളത്തിന് നഷ്ടപ്പെട്ടു. അതാണ് നമുക്ക് പറ്റിയ ആദ്യത്തെ പാളിച്ച. അത് കഴിഞ്ഞ് 1979 CH മുഹമ്മദ് കോയ, 1979 ഒക്ടോബറിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ, അദ്ദേഹം നിയമസഭയിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ഒരു സബ്മിഷന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സബ്മിഷന് മറുപടി പറയുകയും കേന്ദ്ര ജല കമ്മീഷന് കത്തയക്കുകയും ചെയ്തു. ആ സമയത്ത് അന്നാണ് 79 കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ ബലപ്പെടുത്താൻ വേണ്ടി സിമൻറ്റ് ഗ്രൗട്ടിങ് ചെയ്തു. ഒരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ് ഞാൻ. അപ്പോൾ ഒരു കോൺക്രീറ്റിലുള്ള ഒരു കെട്ടിടം എത്ര കാലം നിൽക്കും എന്ന് ചോദിച്ചാൽ, കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ എല്ലാ സാധനങ്ങളെയും ചേർത്ത് പിടിച്ചൊരു ബോണ്ട് അങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്, ഒരു പശ പോലെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്, കല്ലും മണലും ഒക്കെ ചേർത്ത്. അതൊരു 75 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയും, ഡിക്രീസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചറിന് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ എഞ്ചിനീയർമാരുടെ ഭാഷയിൽ പറയുന്നത്, 50 വർഷം മുതൽ 75 വർഷം വരെ മാത്രമേ ഒരു കോൺക്രീറ്റിലുള്ള ഒരു സ്ട്രക്ചർ അതിൻ്റെ ലൈഫുള്ളൂ. ഇത് സുർക്കി, അതിനേക്കാളും വിലക്കുറവുള്ള സുർക്കി കൊണ്ടുണ്ടാക്കിയ ഒരു ഡാമാണ്. 1924 അന്നത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ, അന്ന് അവിടെ ഒരു വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കം നമ്മൾ ഈ 99 വെള്ളപ്പൊക്കം എന്ന് നമ്മൾ ചരിത്രരേഖയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്, കൊല്ലവർഷം. ആ വെള്ളപ്പൊക്കത്തിൽ മൂന്നാർ ഒട്ടാകെ ഒലിച്ചുപോയി. അതായത് പിന്നീട് പെരിയാറിലൂടെ ആനകൾ ഒഴുകിപ്പോയി, കാട്ടാനകൾ ഒഴുകിപ്പോയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡാം പരിശോധിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ, നമ്മളല്ല ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ രേഖപ്പെടുത്തി, ഇതിന് സുർക്കി ഒരുപാട് ഒലിച്ചു പോകുന്നുണ്ട്, ഇതിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിക്രീസ് ചെയ്താൽ ഇത് വളരെ ഒരു അപകടത്തിൽ ചെന്ന് ചാടും. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ആലുവ, അന്നത്തെ ആലുവ ടൗൺ അത് മുഴുവൻ ഫ്ലഡഡായി, എത്രയോ ആൾക്കാർ മരിച്ചു. പക്ഷേ ഇന്നത്തെ പോലെ പത്രദൃശ്യ മാധ്യമങ്ങളൊന്നും ഇത്രയും പിന്നീട് എന്താ പറയുക ഈ രീതിയിൽ വളർന്നിട്ടില്ലാത്തതുകൊണ്ട് അന്നത്തെ പല വാർത്തകളും നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. മരണം പോലും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം ഉണ്ടാകുന്ന ഫ്ലഡ്, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന 1943 ഇതുപോലൊരു ഫ്ലഡ്, അതിന് വളരെ കൂടിയ ഒരു ഫ്ലഡിങ് ഉണ്ടായത്. അതിനുശേഷം 1961 ഈ 3 ഫ്ലഡിങ്ങും അതിജീവിച്ച് ഈ ഡാം നിൽക്കുന്നത് തന്നെ ഒരു അതിശയമാണ്. അത് 1927 അന്നത്തെ പിന്നീട് ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇത് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് 1931 ഏകദേശം എനിക്ക് തോന്നുന്നത് സിമൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗട്ടിങ് നടത്തി, ഈ പിന്നെ ഡാമിൻ്റെ മുകളിൽ ഡ്രില്ല് ചെയ്ത് ഗ്രൗട്ടിങ് നടത്തി ഇതിനെ ബലപ്പെടുത്താനുള്ള ശ്രമം അവർ ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ല. ഈ
ഗ്രൗട്ടിങ് ഇതിൻ്റെ ബലം കുറയ്ക്കാനേ ഉതകുള്ളൂ എന്ന് വേറൊരു ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ അന്ന് മദ്രാസ് സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺട്രവേഴ്സി നിൽക്കുമ്പോൾ തന്നെ ഈ കോൺട്രവേഴ്സിയിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇന്ത്യക്കാരല്ല, ഇത് കെട്ടിയ ഇതിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷുകാരാണ് അന്ന് എഴുതിയത്. അതിനുശേഷം 1979 നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ പറഞ്ഞതിന് ശേഷം വളരെയധികം പഠനങ്ങൾ നടന്നു. അന്ന് പഠനങ്ങൾ നടത്തിയപ്പോൾ ആ പഠനങ്ങളുടെ തുടർ പഠനങ്ങൾ പറഞ്ഞത് റിക്ടർ സ്കെയിലിൽ 6-ൽ കൂടുതൽ ഒരു ചെറിയൊരു ഭൂമി കുലുക്കമുണ്ടായാൽ അത് താങ്ങി നിർത്താനുള്ള ശേഷി ഈ ഡാമിനില്ല. മനസ്സിലാക്കണം, ഈ ഏരിയ എന്ന് പറയുന്നത്, ഈ ഡാം ഉൾക്കൊള്ളുന്ന ഏരിയ ഏതാണ്ട് 20ഓളം തുടർചലനങ്ങളുണ്ടായ ഒരു ഏരിയയാണ്. അപ്പോൾ ഇതൊരു എർത്ത് ക്വാക്ക് പ്രോൺഡ് ഏരിയയാണ്. ആ എർത്ത് ക്വാക്ക് പ്രോൺഡ് ഏരിയയിലാണ് ഈ ജലബോംബ് നിൽക്കുന്നത്. അത് മാത്രമല്ല, മുല്ലപ്പെരിയാർ ഡാമിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 928 മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന വെള്ളമാണ്. വെള്ളം ഒരു m³ താഴോട്ട് ഒഴുകി വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ വെയിറ്റ് ഒരു m³ ഒരു ക്യൂബിക് മീറ്ററിന് ഏകദേശം 1 ടണ്ണുണ്ട്. ആ 1 ടൺ ഈ താഴോട്ട് ഒഴുകുന്ന വേഗതയും കൂടെ ചേരുമ്പോൾ അതിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിന് മുകളിലാണ്. എത്ര ലക്ഷം ക്യൂബിക് മീറ്ററാണുള്ളത്. അപ്പോൾ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലെ ജനങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇതിലുള്ള വസ്തുവകകൾ അല്ലെങ്കിൽ ജീവനുകൾ ഇതിനൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ശരി സർ. 3 ഡിസ്ട്രിക്റ്റുകൾ പൂർണ്ണമായും ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ബാധിക്കുമെന്ന്, പാർഷ്യലി അതിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റുകൾ ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിലയിരുത്തി വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ശരി.